ഹലോ, ഗുഡ് മോർണിംഗ്. കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് ജൂൺ 9 നമ്മളെ നന്ദൂട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോകാൻ റെഡിയായി നിൽക്കുവാണ്. അപ്പോൾ ബർത്ത്ഡേ കാര്യനെ കാണണ്ടേ നന്ദു? പുറത്തുവാ. നമ്മളെ ബർത്ത്ഡേ ഗേൾ ഇതാ സുന്ദരി കുട്ടിയായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുതിയ ഡ്രസ്സാണ്. ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുവാണേ. രാവിലെ എണീറ്റേരം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അമ്പലത്തിൽ പോക്കെല്ലാം മുടങ്ങുമായിരിക്കുമെന്ന്. എന്തോ ഭാഗ്യത്തിന് നമ്മൾ ആ റെഡിയായ സമയത്ത് മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളിതാ നടന്നിട്ട് തന്നെ വേഗം പോവുകയാണ്. അപ്പോൾ ഇതാണ് നന്ദൂട്ടീൻ്റെ ഡ്രസ്സ് കേട്ടോ. ഒരു ഫ്രോക്ക് മോഡലാണ്. നല്ല ഭംഗിയുണ്ട്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഫോട്ടോയിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഫുള്ളായിട്ട് കാണിച്ചു കൊടുക്കാമല്ലോ, ഒന്ന് കറങ്ങി കാണിച്ചെന്ന് പറഞ്ഞിട്ട് കറങ്ങുവാണേ. അപ്പോൾ നന്ദുവിനൊരു ചമ്മൽ, അവിടെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പം കറങ്ങാനൊരു മടി കേട്ടോ. അപ്പം ഞാനതൊന്ന് സ്ലോ മോഷനിലിട്ടതാണ്. നല്ല ഭംഗിയില്ലേ? കണ്ടവരെല്ലാവരും നല്ല ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേവൂട്ടി നന്ദൂട്ടി അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. സാധാരണ പ്രതിയാടിന് ഉണ്ടാവലുണ്ട്. ഇന്ന് പക്ഷേ പണിക്ക് പോകേണ്ടതുകൊണ്ട് ലേറ്റ് ആവൂലേ അമ്പലത്തിൽ പോയി വരുമ്പോഴത്തേക്ക്. നമ്മൾ തന്നെ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് പ്രതിയാട്ടം തരുന്നില്ല. അപ്പം നമ്മളാണ് കേട്ടോ പോകുന്നത്. ഇനി വന്നിട്ട് ഇവർക്ക് സ്കൂളിൽ പോകണം. ചായയും കടിയല്ല, ഇന്ന് ഇഡ്ഡലി സാമ്പാറുമാണ്. പിന്നെ ദേവിൻ്റെ ഡ്രസ്സ് ഇഷ്ടമല്ല, നന്ദുവിൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെന്ന് പറയണേ എല്ലാവരും. ഞാൻ പൂജേൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ പൂജേൻ്റെ അടുത്ത് ഇതുപോലെയുള്ള അടിപൊളി കളക്ഷൻസ് എല്ലാം ഉണ്ട്. താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ഇൻസ്റ്റയിൽ പൂജാനിധിൻ അല്ലെങ്കിൽ പിന്നെ ബ്ലൂ റോസ് കളക്ഷനിലെ പേജൊന്ന് ഫോളോ ചെയ്തിട്ട് നോക്കിയാൽ മതി കേട്ടോ. അതിൻ്റെ അകത്ത് വീഡിയോസും കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ പൂജയുടെ പേജ് കയറിയിട്ടാകുമ്പം നിങ്ങൾ നോക്കുക കളക്ഷൻസ് എല്ലാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓർഡറെല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരാം അല്ലേ. അങ്ങനെ നമ്മളിത് അമ്പലത്തിലെത്തിയിട്ടുണ്ടേ. നമ്മളെ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ തന്നെയാണ് പോയത്. രാവിലെ ആയതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നേരെ പോയി രണ്ടാളെ പേരിലും ഓരോ പുഷ്പാഞ്ജലി കഴിച്ചു. മക്കളെ പേരിൽ മാത്രമേ കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ വേഗത തൊഴാൻ വേണ്ടി കയറി തൊഴുത് വേഗം പിന്നെ പുഷ്പാഞ്ജലിൻ്റെ റെസീറ്റെല്ലാം കൊടുത്തിട്ട് നമ്മൾ അമ്പലത്തിൽ ഇങ്ങനെ ചുറ്റം വരാൻ വേണ്ടി പോയി കേട്ടോ. ദേവൂട്ടിയാണെങ്കിൽ മുന്നിൽ ഓടുന്നുണ്ട്. അപ്പോൾ നന്ദോട് ഞാൻ പറഞ്ഞു അവിടെ നിൽക്കുന്നത് നമുക്ക് കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല പുല്ലാണ് കണ്ട. അപ്പോൾ നല്ല ഭംഗിയാണ് അവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിർത്തിച്ചിട്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു കേട്ടോ. അമ്പലത്തിന് ചുറ്റെല്ലാം വന്നിട്ട് ഇതാ വേഗം പ്രസാദം വാങ്ങി. അപ്പോൾ ഏച്ചി അനിയത്തിയും കൂടി ഇതാ കണ്ണാടിയിൽ നോക്കിയിട്ട് കുറി തൊടാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അവർ വന്നിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ചുഴലി അമ്പലത്തിൽ മാത്രമേ പോയിട്ടില്ല കേട്ടോ. പിന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിലെല്ലാം പോകണമെങ്കിൽ ഇവർക്ക് സ്കൂളിൽ പോകാൻ ലേറ്റാവും. അതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മളിതാ വേഗം വീട്ടിലേക്ക് പോയി. അപ്പം ഞാൻ നേരെ വീട്ടിലേക്ക് കയറി. ഇവർ രണ്ടാളും കൂടെ മടപ്പുരക്കിൽ തൊഴാൻ വേണ്ടിയിട്ട് പോയേട്ടാ. അപ്പോൾ ഇവർ പോയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ബാക്കി ദേവൂട്ടീൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മടപ്പുരക്കിലേക്ക് പോയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ അവർ വന്ന് ചായ കുടിയെല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഇതാ ഏട്ടത്തിമ്മയും കുട്ടാപ്പിയും ആളും വന്നിട്ടുണ്ടായിരുന്നു നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട്. ഫോണിലേക്ക് കൂടി രാവിലെ വിഷെല്ലാം ചെയ്തിന്. അപ്പോൾ അവർ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം വന്നിട്ട് തിരിച്ചു പോയതാണ് എന്ന് പറഞ്ഞു. നമ്മൾ അമ്പലത്തിലാണ് ഉണ്ടായിന്. അങ്ങനത്തെ രണ്ടാളും കൂടെ ഗിഫ്റ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്ദു അത് ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ എന്താണെന്ന്. അപ്പോൾ ഇപ്പോൾ കാണിച്ചു തരാം എന്താണെന്ന്. അപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഒരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ നന്ദു ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ എനിക്കറിയായിരുന്നു അതാണെന്ന്. പക്ഷേ നന്ദുവിന് സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ നന്ദുവിൻ്റെ ഫോട്ടോ, നന്ദുവിൻ്റെ ലേറ്റസ്റ്റ് ഫോട്ടോ എന്ന് പറയാം. ലാസ്റ്റ് ഞാനെടുത്ത ഫോട്ടോ ആണ് കേട്ടോ അത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഫ്രെയിമും കാര്യങ്ങളെല്ലാം അടിപൊളി ഫോട്ടോ ആയിരുന്നു. അപ്പോഴത്തേക്ക് ഇത് അച്ഛനും വന്നിട്ടുണ്ടായിനെ. അപ്പം അച്ഛനെന്തോ കാരിയും പിന്നെ കൊയലപ്പോലും കൊണ്ടുവന്നിട്ടുണ്ടായിനെ. അപ്പോൾ അത് പിള്ളേർക്കെല്ലാം കൊടുക്കലാണ്. അങ്ങനെ അതെല്ലാം തിന്ന് പിന്നീട് ദേവൂട്ടീനെ യൂണിഫോമെല്ലാം ഇട്ട് മുടിയെല്ലാം കെട്ടിക്കൊടുത്ത് അതാണ് ഏറ്റവും വലിയ ടാസ്ക്, ദേവൂട്ടീനെ റെഡിയാക്കൽ. എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. സമയം 9 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് വന്ന് പിന്നെ ചായയെല്ലാം കുടിച്ച് ഇവിടെ റെഡിയാക്കി
സ്കൂളിലേക്ക് പോകുവാണേ. കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പീടികയിൽ നിന്ന് സാധനം വാങ്ങണം കേട്ടോ നന്ദുവിന്. കുട്ടികൾക്കും ടീച്ചേഴ്സിനെല്ലാം കൊടുക്കാൻ പേനയെല്ലാം വാങ്ങണം. പിന്നെ ജിമ്മിൽ പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം കേട്ടോ. അങ്ങനെ ആ പീടികയിലെത്തിയിട്ട് ഇതാ നന്ദുവിന് ഫ്രണ്ട്സിനോട് കൊടുക്കാനില്ലേ പേനയെല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സിന് കൊടുക്കാനില്ലെല്ലാം വാങ്ങിക്കൊടുത്തു. എന്നിട്ട് ഇതാ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകാൻ. അപ്പോൾ ഞാൻ ഈ ഗേറ്റിൻ്റെ അടം വരെ കൊണ്ടാക്കലില്ല കേട്ടോ. കാരണം ഞാൻ ക്ലാസ്സിലോളം പോയി കഴിഞ്ഞാൽ ദേവൂട്ടി ഭയങ്കരമായിട്ട് കരയേ. അപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തുന്നത് വരെ ആൾ ഹാപ്പി ആയിരിക്കും, പിന്നെ ഭയങ്കര കരച്ചിലായിരിക്കും. അതുകൊണ്ട് ഞാൻ കൊണ്ടാക്കാൻ പോലില്ല. പക്ഷെ അന്ന് ഭയങ്കര വാശിയായിരുന്നു, അമ്മ കുറച്ചും കൂടെ അങ്ങോട്ട് വാ. അവിടെ ഒരു മാഷ കാറുണ്ടാവുക. ഇപ്പം അതാണ് അടയാളം, അമ്മ ആ കാറ് വരെ കൊണ്ടാക്കിത്താ, ആ കാറിൻ്റെ അടം വരെ കൊണ്ടാക്കിത്താന്ന് പറയും. അവിടെ ഒരു വെള്ള കാറുണ്ടാ, അത് ആ കാറിൻ്റെ അടം വരെ കൊണ്ടാക്കിയിട്ടാകുമ്പോൾ അവിടുന്ന് പിന്നെ ഏച്ചീൻ്റെ കൂടെ പോയിക്കോളാമെന്നാണ് ഇപ്പോൾ ഇല്ല എഗ്രിമെൻറ്റ്. അതുകൊണ്ട് ഞാൻ ആ കാറിൻ്റെ അടം വരെയാണ് ഇപ്പോൾ കൊണ്ടാക്കൽ. അങ്ങനെ പിന്നെ എപ്പോഴും ദേവൂട്ടി സങ്കടത്തോടെയാണ് പോവുക. അത് കാണുമ്പോൾ എനക്കും ഭയങ്കര സങ്കടമാണ്. അവർ ഹാപ്പി ആയിട്ട് പോകുന്നത് കണ്ടാലല്ലേ നമുക്ക് ഹാപ്പി ഉണ്ട്. ഞാൻ എപ്പോഴും പറയും ചിരിച്ചുകൊണ്ട് പോകുമ്പോളേ, ചിരിച്ചുകൊണ്ട് പോകുമ്പോളേ. പക്ഷേ എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് ദേവ് പോവുക. അപ്പോൾ ദേവുവിനെ അടിയാക്കിയിട്ട് നന്ദു ക്ലാസ്സിലേക്ക് പോകും. അങ്ങനെ ഞാൻ ജിമ്മിലെത്തി വേഗം കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് ഡ്രസ്സെല്ലാം മാറ്റി. പിന്നെ 9:30 ആകുമ്പോഴേക്കാണ് എത്തിയിട്ടുണ്ടായിനെ. അപ്പോൾ അതുവരെ മിക്സാണ് കേട്ടോ, ആണുങ്ങളും പെണ്ണുങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അവരെല്ലാം പോയി. ഇനി ലേഡീസ് ഓൺലി ടൈമാണ്. അപ്പോൾ എല്ലാവരും എത്തുന്നത്രേ. ഞാനും ഇന്നെ കൂടിയുള്ളൊരു ഏച്ചി, സിന്ധു ഏച്ചി എന്ന് പറയുന്ന ഒരു ഏച്ചി മാത്രമേ എത്തിയിട്ടുണ്ടായിട്ടുള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ ഇതാ വീഡിയോ എല്ലാം എടുത്ത് നടക്കലാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം ഫോണെല്ലാം അവിടെ വെച്ചിട്ട് ഞാൻ വാമപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ട്രെയിനറും അന്ന് ലീവാന്ന് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അതുല്യ രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിന് ഇന്ന് ലീവാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് ചെയ്യുവാന്നേ ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ ഫോൺ അവിടെ വെച്ചിട്ട് വെറുതെ രസത്തിന് വാമപ്പ് ചെയ്യുന്ന വീഡിയോ എടുത്തതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ വർത്താനം പറയുന്നുണ്ട്. പിന്നെ ആരാ ഞാൻ പറഞ്ഞില്ലേ ഏച്ചി ഉണ്ട്, ആ ഏച്ചിയോട് ഞാൻ എന്തോ വർത്താനെല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വർത്താനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആരെയും കാണാത്തതുകൊണ്ട് ഇന്നാരും ഇല്ലേമോ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പറയുവാന്ന് കേട്ടോ. അങ്ങനെ എന്തായാലും ഇതാ ഇടുന്ന് വാമപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്പീഡാക്കിയതാണ്, നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഫുള്ളൊന്നും എടുത്തിട്ടുമില്ല. ജസ്റ്റ് ഒരു 3-4 ചെയ്യുന്നത് ഞാൻ വെറുതെ ഒന്ന് എടുത്തതാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മളെ ആ സമയത്ത് ഉണ്ടാവുന്ന ഏകദേശം ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും അന്ന് ആൾക്കാർ കുറവായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിതാ മുട്ടായി എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ 2 ഏച്ചിമാർക്ക് കൊടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിനായിരുന്നു, പക്ഷേ അതെൻ്റെ കയ്യിൽ മിസ്സായി പോയേട്ടാ. പിന്നെ ഇതാ നമ്മളെ സന്ധ്യേച്ചിക്കും സിന്ധുവേച്ചിക്കും എല്ലാം മുട്ടായി എടുക്കും. അപ്പോൾ സന്ധ്യേച്ചി വൈകുന്നേരം ആയാലും സ്കൂൾ വിട്ട് വരുമ്പം നന്ദുവിന് ഗിഫ്റ്റെല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോൻ്റെ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സിന്ധുവേച്ചി. ഞാൻ ഫസ്റ്റ് വന്നേരം എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ലേ, അപ്പോൾ ആ ഏച്ചി നമ്മൾ രണ്ടാളും തന്നെ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ മോളോട് വിശ്വസ് അറിയിക്കണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഇതാ ഇവിടുന്ന് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് കണ്ട 2 ഏച്ചിമാർ, ആ ഏച്ചിമാർക്ക് മുട്ടായി കൊടുക്കുന്ന വീഡിയോ ആണ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ പ്രവീണ എത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രവീണക്ക് മുട്ടായി കൊടുത്തു. അപ്പോൾ പ്രവീണയും പറയുന്നു മോളോട് വിശ്വസ് പറഞ്ഞേന്ന് പറയാന്ന് കേട്ടോ. അങ്ങനെ അത്രേ ആളുണ്ടായിട്ടുള്ളൂ. പിന്നെ വേഗം നമ്മളെ വർക്കൗട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. ഏകദേശം ഒരു 11 മണി 11:30 വരെ എല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ ആ ചെയ്ത് കഴിഞ്ഞതിലെ ക്ഷീണത്തിനാണ് ആ കുപ്പിയിലെ വെള്ളം മൊത്തം കുടിച്ച് തീർത്തത് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വേഗം നേരെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ആ ജിമ്മെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ വരുമ്പോൾ കുറച്ച് ചിക്കനും വാങ്ങിയിട്ടാണ് വന്നത്. നന്ദുവിൻ്റെ ബർത്ത്ഡേക്ക് അധികം നമ്മൾ ചിക്കൻ കറി ആക്കലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പയ്യന്നൂർ അച്ചച്ചൻ്റെ വകയാണ് കേട്ടോ. കേക്കും അതുപോലെ ചിക്കനും വാങ്ങാനുള്ള പൈസയെല്ലാം അച്ചച്ചൻ അയച്ചു തന്നിട്ടുണ്ടായിനെ. ഞാൻ അച്ചച്ചൻ്റെ വകയാണ് ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യൽ കേക്കും ചിക്കനും. അങ്ങനെ ചിക്കൻ ഞാൻ കൊണ്ടുവന്നിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കി എല്ലാം മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ എനിക്ക് 2 മണിക്ക് സ്കൂളിൽ മീറ്റിങ്ങിന് പോകണം. അത് കഴിഞ്ഞാൽ പിന്നെ ട്യൂഷനുണ്ട്. പിന്നെ വൈകുന്നേരമാണ് കേക്ക് കട്ടിങ്. ഇനി രാത്രി കറി വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴേ വെച്ചാലും എന്തായാലും രാത്രിക്കത്തേക്കല്ലേ എടുക്കുമല്ലോ. അപ്പോൾ ഇനി രാത്രി ആകുമ്പം കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ്റെ അകത്ത് ഞാൻ എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് കയറ്റണം. പിന്നെ 2 ലെഗ് പീസ് ഉണ്ടായിന്, അതും ഒരു 3-4 കഷ്ണം നാളെ വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇത് വറുത്തരച്ച് കറി വെക്കണം. ചോറ് വെക്കണോ ചപ്പാത്തി ആക്കണോ എന്ന് തീരുമാനിച്ചില്ല കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇനി ഞാൻ കുളിച്ചൊന്ന് റെഡി ആവട്ടെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. രാവിലെ ഒരു കുളി കഴിഞ്ഞതാണ്, പക്ഷേ ജിമ്മിലെല്ലാം പോയി വന്നല്ലേ. അപ്പോൾ ഇതെന്തായാലും ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് ഞാനിനി കുളിച്ച് റെഡി ആവട്ടെ സ്കൂളിൽ പോകാൻ. രാവിലെ ഒരു കുളി കഴിഞ്ഞതാണ് അമ്പലത്തിൽ പോകുമ്പോൾ. പിന്നെ ജിമ്മെല്ലാം കഴിഞ്ഞ് വന്ന് മൊത്തം വേർത്ത് ഇപ്പം ഇതെല്ലാം വൃത്തിയാക്കിയില്ലേ, അതുകൊണ്ട് വേഗം ഒന്ന് കുളിച്ചിട്ട് റെഡിയാവാം. അപ്പോൾ ഞാൻ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സമയം 2:15 2:30 കേട്ടോ മീറ്റിങ്. അപ്പം പെട്ടെന്ന് പോയിട്ട് വരാം. ഫുഡെല്ലാം കഴിച്ചേ.
സ്കൂളിൽ 2:30ക്കാണ് മീറ്റിംഗ്. അപ്പം പോയപ്പാട് ആദ്യം കോമൺ ആയിട്ട് പൊതുവായിട്ട് എല്ലാ ക്ലാസ്സുകളെയും രക്ഷിതാക്കളെ ഒരുമിച്ചിരുന്നിട്ട് ഒരു മീറ്റിംഗ് ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പാട് ഞാൻ വേഗം പോയിട്ട് ദേവൂട്ടീനെ കൂട്ടിയിട്ട് പിന്നെയാണ് നന്ദുവിൻ്റെ ക്ലാസ്സിലേക്ക് പോയത് കേട്ടോ. പിന്നെ ഓരോരാളെ ക്ലാസ്സിൽ വെച്ചിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ക്ലാസ് തുടങ്ങിയപാടല്ലേ, അപ്പോൾ അങ്ങനെ ടീച്ചേഴ്സിനെ കണ്ട് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്ലാസ്സിലും ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിനെ. സ്കൂളിൽ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് പിന്നെ ഇപ്പോൾ ഇത് 6:30 വരെ ട്യൂഷനായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നല്ല മഴയെല്ലാം പെയ്തു, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിന് കേക്ക് കെട്ടണം. അപ്പോൾ ഞാൻ ചിക്കൻ കറിക്കുള്ള തേങ്ങ വറുത്തുകൊണ്ട് കേട്ടോ. തേങ്ങ വറുത്ത് വെച്ചിട്ടാകുമ്പോൾ ഹൃദയമായിട്ടും കുളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലായിരുന്നു. ദേവെല്ലാം കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് തിരക്കാക്കുന്നുണ്ട്. അപ്പോൾ വേഗം തേങ്ങ വറുത്ത് വെച്ചിട്ട് കേക്ക് മുറിക്കാമെന്ന് വിചാരിക്കുന്നത്. എന്നിട്ട് ചിക്കൻ കറി വെക്കാമല്ലോ. ഞാൻ തിരക്കിട്ട് തേങ്ങ വറുക്കുന്നതിൻ്റെ സൗണ്ടാണ് നിങ്ങളിപ്പം കേട്ടത്, തേങ്ങ ഇളക്കുന്ന സൗണ്ട്. അങ്ങനെ അതെല്ലാം വറുത്ത് വെച്ചു. പിന്നെ ഇതാണ് നമ്മളെ സന്ധ്യേച്ചി കൊടുത്ത ഗിഫ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നന്ദുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്തതിന് പേനയും കമ്മലുകളും മുടിക്കൂത്തുന്നതും മാലയും കിറ്റ്കാറ്റും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ രാവിലെ കുട്ടാപ്പി മാളും കൊടുത്ത ഫ്രെയിം, അതും എനിക്ക് രാവിലെ വൃത്തിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് അച്ഛൻ്റെ വകയിലെ കേക്ക്, ഇതെല്ലാമാണ് ബർത്ത്ഡേ ഗിഫ്റ്റുകൾ. പിന്നെ അങ്ങനെ ഇതാ എല്ലാവരും കൂടെ കേക്ക് മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുവിനെ എടുത്ത് വെക്കുന്നത് ആരുഷ്, നമ്മളെ പുതിയ അയൽവാസിയാണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുന്നേ അവരെ ഹൗസ് വാമിങ്ങിന് പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിന്. അങ്ങനെ ആരുഷും വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ കേക്ക് മുറിക്കുവാണ്. ദേവൂട്ടിക്ക് എപ്പോൾ ഉള്ളതാണ്, നമ്മൾ എന്ത് പരിപാടിക്കായാലും കേക്ക് മുറിച്ച് ഫസ്റ്റ് ദേവൂട്ടിൻ്റെ വായിൽ വെച്ച് കൊടുത്താൽ ദേവൂട്ടി അത് വാങ്ങൂല. അതെന്താണെന്നറിയില്ല, എപ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ മുന്നേയിലെ ആരെങ്കിലും ബർത്ത്ഡേ വീഡിയോ ആനിവേഴ്സറി വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദേവൂട്ടി അങ്ങനെ കേക്ക് വാങ്ങൂല കേട്ടോ. അങ്ങനെ നന്ദൂട്ടിയുടെ എല്ലാവർക്കും കേക്ക് വായിൽ വെച്ച് കൊടുത്തു. അപ്പം ഞാൻ എൻ്റെ വലത് കൈ കൊണ്ട് തന്നെയാണ് ഈ കേക്ക് കൊടുക്കുന്നത്. ഞാനിങ്ങനെ സെൽഫി ക്യാമറയിൽ എടുക്കുന്നത് കൊണ്ടാണ് ഇടത് കൈയായിട്ട് കാണിക്കുന്നത്. മുമ്പെല്ലാം അങ്ങനെ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് വലത് കൈ കൊണ്ടാണോ ഫുഡ് കഴിക്കലെന്നത്. ഞാൻ സെൽഫിയിൽ എടുക്കുന്നുണ്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ആരുഷും നന്ദുവിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു അത് ഓപ്പൺ ചെയ്യാനേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആരുഷ് നമ്മളെ പുതിയ നെയ്ബറാണ്. അപ്പോൾ ഇതാ നോട്ടും പേനയും എല്ലാം ഗിഫ്റ്റായിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്ദുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ അതുപോലെ നന്ദുവിനെ വിഷ് ചെയ്ത് നമ്മളെ പേഴ്സണലായിട്ട് അറിയുന്നവരും അതേപോലെ ഇൻസ്റ്റയിലും പിന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും അല്ലാണ്ട് നമ്മളെ വാട്സപ്പിലും എല്ലാം ഒരുപാട് വിഷസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുകയാണേ. അങ്ങനെ പിന്നെ ഇതാ കേക്ക് മുറിച്ചിട്ട് നമ്മൾ എല്ലാവർക്കും കൊടുക്കുവാണ്. അപ്പോൾ ആരുഷിൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ ആ കസേരയിൽ ഇരിക്കുന്നത്. ബാക്കി എല്ലാവരും പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അമ്മയുണ്ട്, ഇളയമ്മയുണ്ട്, ഏട്ടമ്മയും കുട്ടാപ്പിയും ആളും ഉണ്ട്. പിന്നെ ആരാണ് ഉണ്ണിക്കുട്ടനും ഗൗരി നമ്മൾ വിളിച്ചിട്ട് അന്നേരം അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതുകൂട്ടനും സാർത്തൂട്ടനും ഒന്നുമില്ല, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അവർക്ക് സ്കൂളിലും അംഗൻവാടിയിലെല്ലാം പോകണ്ടേ. അതുപോലെ തന്നെ പയ്യന്നൂരിന്നും ആർക്കും വരാൻ പറ്റിയിട്ടില്ല. പിന്നെ സ്കൂളിലെ ദിവസം ആയതുകൊണ്ട് പിള്ളേർക്കായാലും പോകണം, പിന്നെ അച്ഛനും അമ്മക്കെല്ലാം പണിക്ക് പോകണം, അതുകൊണ്ട് ആർക്കും വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കേക്കെല്ലാം കഴിച്ചിട്ട് പിന്നെ എല്ലാവരും പോയി കേട്ടോ. പിന്നെ ഞാൻ പിന്നെ പോയിട്ട് പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കി. പിന്നെ അമ്മേൻ്റെ അടുത്ത് ചോറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചോറും എടുത്തു. പിന്നെ പയറുവറവ് ഉണ്ടായിന്, അതുകൊണ്ട് പിന്നെ ചപ്പാത്തിയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ചോറ് വെറുതെ കളയണ്ടല്ലോ വെച്ചിട്ട് അമ്മേൻ്റെ അടുത്ത് ഉച്ചയ്ക്ക് പണിക്കാറുണ്ടായിന്. അപ്പം ചോറ് വെച്ചത് കുറച്ച് അധികം ഉണ്ടായിന്. അപ്പം അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ അത് കളയണ്ടല്ലോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതെടുത്തിട്ട് വന്നിട്ട് ചൂടാക്കി അങ്ങനെ എല്ലാവർക്കും ചോറ് കൊടുത്തു. ഞാൻ ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ, ഞാൻ രാത്രി ചോറ് കഴിക്കലില്ല. ഞാൻ ഒരു 3-4 കഷ്ണം ചെറിയ ചിക്കൻ്റെ പീസ് മാത്രം കഴിച്ചിട്ടാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിന്. സാധാരണ ദോശയോ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും കഴിക്കലുണ്ട് അന്ന്, പക്ഷേ ചെറിയ കഷ്ണം കേക്കും കഴിച്ചിട്ടുണ്ടായിനെ. മധുരം ഒഴിവാക്കണം എന്ന് വിചാരിക്കും, പക്ഷേ ബർത്ത്ഡേക്കെല്ലാം കേക്ക് കട്ട് ചെയ്യുമ്പം എന്തായാലും കഴിച്ചു പോകും കേട്ടോ. അങ്ങനെ ഒരു പീസ് കേക്ക് കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ ദേവൂട്ടിയൊക്കെ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഓരോ ചെറിയ ചിക്കൻ പീസ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയല്ലേ നമ്മളെ ബർത്ത്ഡേ വിശേഷം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഒരു കുഞ്ഞി ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയാം. എന്നാലും നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ തന്നെയാണ് കേട്ടോ. നന്ദൂട്ടിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നന്ദൂട്ടി അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, പ്രതിയായിട്ടും കഴിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ എല്ലാവരും ടി വി കണ്ടുകൊണ്ടാണല്ലോ കഴിക്കുക. ഡൈനിങ് ടേബിളും കസേരയും ഉണ്ട് എന്നല്ലാണ്ട് അതിനെക്കൊണ്ട് നമുക്ക് ഉപകാരമില്ല, കാരണം നമ്മൾ ആരും അതിലിരിക്കുകയില്ല. ഇതേപോലെ ടി വി കണ്ടുകൊണ്ടാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു വീഡിയോ, നമ്മളെ ബർത്ത്ഡേ സ്പെഷ്യൽ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.